നമസ്കാരം. ഇറാനിലെ ചബഹാർ തുറമുഖത്തെ ചൊല്ലിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ ദക്ഷിണേന്ത്യ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇന്ത്യയും ഇറാനും പിന്തുടരുന്ന ദീർഘകാല തന്ത്രപരമായ ദിശയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. അമേരിക്കൻ ഉപരോധ ഇളവുകളുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ചബഹാറിൽ നിന്നും പിന്മാറുക എന്നത് ഒരു ഓപ്ഷൻ അല്ലെന്ന് ഇന്ത്യ തുറന്നടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ചബഹാർ വെറും ഒരു തുറമുഖ പദ്ധതി മാത്രമല്ല, പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ടുള്ള സമുദ്രകര ബന്ധം ഉറപ്പാക്കുന്ന ഏക പ്രായോഗിക ഇടനാഴിയാണ്. വർഷങ്ങളായി പാകിസ്ഥാൻ വഴി കരമാർഗം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യാപാരവും മാനുഷിക സഹായവും പലപ്പോഴും നിയന്ത്രണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള ചബഹാർ ഈ ഭൂപ്രദേശമായി തടസ്സങ്ങളെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യ രൂപമാണ്. ഇറാന്റെ നിലപാടും അത്ര തന്നെ വ്യക്തമാണ്. ശക്തമായ ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നേരിടുന്ന ഒരു രാജ്യമായിട്ടും പ്രാദേശിക സഹകരണത്തിനും ബഹുമുഖ ബന്ധങ്ങൾക്കും വഴിതുറക്കുന്ന പദ്ധതികളിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടില്ല. ചബഹാർ തുറമുഖം ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു വാതിൽ മാത്രമല്ല, മറിച്ച് പ്രാദേശിക ഏകീകരണത്തിന്റെയും സ്വതന്ത്ര വികസനത്തിന്റെയും പ്രതീകമാണ്. ഇന്ത്യ പോലുള്ള ഒരു പ്രധാന ഏഷ്യൻ ശക്തിയുമായി ചേർന്ന് ഈ തുറമുഖം വികസിപ്പിക്കുന്നത് ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ പിന്തുടരുന്ന ആത്മവിശ്വാസമുള്ള നയത്തിന്റെ ഉദാഹരണമാണ്. ഈ സാഹചര്യത്തിലാണ് ചബഹാറിനെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യ ഇറാൻ കാഴ്ചപ്പാട് പ്രാധാന്യം അർഹിക്കുന്നത്. കടൽ, റോഡ്, റെയിൽ ബന്ധങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു ഇടനാഴി യൂറോപ്പിലേക്കും റഷ്യയിലേക്കുമുള്ള ചരക്കു നീക്കം വേഗത്തിലാക്കുവാനും ചെലവ് കുറയ്ക്കുവാനും സഹായിക്കും. സൂയസ് കനാലിലൂടെയുള്ള പരമ്പരാഗത റൂട്ടുകളെ അപേക്ഷിച്ച് ഈ പാത കൂടുതൽ കാര്യക്ഷമവും ഭൗമരാഷ്ട്രീയമായ സുരക്ഷിതത്വവും എന്നതാണ് ഇന്ത്യയും ഇറാനും പങ്കുവയ്ക്കുന്ന വിലയിരുത്തൽ. എന്തായാലും ഊർജ സുരക്ഷയുടെ കാര്യത്തിലും ചബഹാർ ഇന്ത്യക്ക് നിർണായകമാണ്. മധ്യ ഏഷ്യയിലെയും ഇറാനിലെയും ഊർജ സ്രോതസ്സുകളിലേക്കുള്ള ഒരു സ്ഥിരതയുള്ള പ്രവേശനം ഇന്ത്യയുടെ ഇറക്കുമതി പാതകളെ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കും. ദീർഘവും രാഷ്ട്രീയവുമായി സങ്കീർണവുമായ കടൽ പാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നത് ഇന്ത്യയുടെ ദീർഘകാല ഊർജ തന്ത്രത്തിന്റെ പ്രധാന ഘടകമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉറച്ച ചുവടുവയ്പ്പാണ് ചബഹാർ. ഭൗമരാഷ്ട്രീയ തലത്തിൽ ഈ തുറമുഖത്തിന് മറ്റൊരു നിർണായക വശം കൂടിയുണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി വികസിപ്പിച്ച ഗോദർ തുറമുഖത്തോടുള്ള ഒരു സമതുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ചബഹാർ സഹായിക്കുന്നു. ഒരേ പ്രദേശത്ത് സമുദ്ര കണക്ടിവിറ്റിയിൽ ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് ഉറപ്പാക്കുന്നതും മേഖലയിൽ അധികാര സമവാക്യങ്ങൾ ഏകപക്ഷീയമാകാതിരിക്കാൻ സഹായിക്കും. ഇത് ഇന്ത്യക്കും ഇറാനും ഒരുപോലെ ഗുണകരമായ ഒരു തന്ത്രപരമായ സത്യമാണ്. അതേസമയം ചബഹാർ മനുഷ്യാനുകൂലമായ ഒരു വശം കൈവഹിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കും ഭക്ഷ്യധാന്യങ്ങളും സഹായ സാമഗ്രികളും എത്തിക്കാൻ ഇന്ത്യ ഇതിനകം തന്നെ ഈ തുറമുഖം ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു ലോജിസ്റ്റിക് കേന്ദ്രമായാണ് ഇത് മാറിയിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യയുടെ വികസന മാനുഷിക സമീപനത്തിനും ഇറാന്റെ പ്രാദേശിക ഉത്തരവാദിത്ത ബോധത്തിനും വ്യക്തമായി ഒരു രൂപം ലഭിക്കുന്നുണ്ട്. ഇന്ത്യ 2024 ഒപ്പുവെച്ച 10 വർഷത്തെ ടെർമിനൽ ഓപ്പറേഷൻ കരാറും വൻ നിക്ഷേപ പദ്ധതികളും ചബഹാറിനെ ഹ്രസ്വകാല ലാഭത്തിനുള്ള ഒരു സംരംഭമായി മാത്രമല്ല, ദീർഘകാല പങ്കാളിത്തത്തിന്റെ ഭാഗമായി കാണുന്നുവെന്ന് തെളിയിക്കപ്പെടുന്നു. US ഉപരോധ ഇളവുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തുവാനും അതേസമയം ഇറാനുമായുള്ള തന്ത്രപരമായ ബന്ധം സംരക്ഷിക്കുവാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ അടയാളമാണെന്നാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ആകെ നോക്കിയാൽ ചബഹാർ തുറമുഖം ഇന്ത്യക്കും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു നിർണായക തൂണായി മാറിയിരിക്കുകയാണ്.